കൊല്ലം പള്ളിമുക്കിൽ കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൾ. തലനാരിഴയ്ക്കാണ് കടിയേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് സംഭവിച്ചത്? പ്രതീഷ്, അർജിത, സംസ്ഥാനത്ത് തെരുവുനായയുടെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചും തെരുവുനായ വലിയ ശല്യം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഒരു CCTV ദൃശ്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയുടെ നേർക്ക് തെരുവുനായ പാഞ്ഞെടുക്കുകയാണ്. ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊല്ലം കൊട്ടിയം പള്ളിമുക്കലിലാണ് ഈ സംഭവം ഉണ്ടായത്. മദ്രസ പഠനം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് തെരുവുനായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പ്രധാന റോഡിന്റെ ഭാഗമായ ഒരു ഇടറോഡാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. രണ്ട് തെരുവുനായ്ക്കൾ അവിടെ നിൽക്കുന്നത് കാണാം. ആ ഭാഗത്തേക്ക് ഈ പഠനം കഴിഞ്ഞ് കുട്ടി വരുമ്പോഴാണ് ഈ നായ്ക്കൾ കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഓടി ആ നായ്ക്കളുടെ കടിയേൽക്കാതെ കുട്ടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ഭാഗത്ത് കഴിഞ്ഞ കുറേ നാളുകളായി തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു പുറമെ പലയിടങ്ങളിലും തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നുണ്ട്. പക്ഷേ കൃത്യമായൊരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും നാട്ടുകാരും ആരോപിക്കുന്ന കാര്യം. എത്രയും വേഗം ഈ തെരുവുനായയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ തുടർച്ചയായി കടിയേൽക്കുന്ന സാഹചര്യമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നിലനിൽക്കുന്നത്. ശരി, MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൊല്ലം പള്ളിമുക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ ഒരു കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു തെരുവുനായ്ക്കൾ. അത് കൊല്ലം പള്ളിമുക്കിലെ മാത്രം കാഴ്ചയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി പുറത്തു വന്നിട്ടുള്ളതാണ്.